മുത്തങ്ങ സംഭവത്തിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയല്ല നമ്മൾ ചെയ്തത്. മുത്തങ്ങ സംഭവം പോലെയുള്ളൊരു ആദിവാസി സെൻട്രിക് ആയിട്ടുള്ളൊരു ഭയങ്കരമായൊരു സമരത്തെ എങ്ങനെയാണ് ഗവൺമെൻറ് താല്പര്യപൂർവ്വം അടിച്ചമർത്തിയത് എന്നത് പറയണം നമ്മൾ. ഗവൺമെൻറ്റാണ് ഓപ്പോസിറ്റ്, സിസ്റ്റമാണ് ഓപ്പോസിറ്റ്. ബാക്കിയെല്ലാം അവിടെ നടന്നതെല്ലാം സെക്കൻഡറിയാണ്. ആദിവാസികൾക്കൊപ്പമാണ് നമ്മൾ, ആദിവാസികൾക്കൊപ്പമാണ് സിനിമ. ഇതാണ് നമ്മുടെ ആദ്യത്തെ തോട്ട്. എന്നുവെച്ചാൽ ഭാഷ പോലും വ്യത്യസ്തമായ ഗോത്രവിഭാഗങ്ങളെ സമരത്തിൻ്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ സാങ്കേതികമായി അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരെ അവിടെ കുടിൽ കെട്ടി താമസിപ്പിച്ച് അവരെ ഏകീകൃതമായ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാം. അതിന് മുൻപോ പിന്നിപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ അത്തരത്തിലൊരു സമരം പിന്നീട് ഉണ്ടായിട്ടില്ല. ആ സമരത്തെയാണ് വളരെ ലാഘവത്തോടു കൂടി 18 റൗണ്ട് വെടിവെച്ച് ആൾക്കാരെ തല്ലിച്ചതച്ച് വെടിവെച്ച് കൊന്നു തന്നെ പറയണം. 18 റൗണ്ട് വെടി എന്ന് പറഞ്ഞാൽ ആദിവാസികൾക്ക് അന്ന് ആധാർ കാർഡോ റേഷൻ കാർഡോ ഒന്നും ഇല്ലാത്ത ആദിവാസികൾ 1500ഓളം വരുന്ന കുടുംബങ്ങളാണ് അവിടെ സമരം ചെയ്തത്. പലരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഉൾക്കാടുകളിൽ നിന്ന് ഭീകരമായ അലർച്ചകൾ, ശബ്ദങ്ങൾ കേട്ട നാട്ടുകാരുണ്ട്. അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ സുധാകരൻ്റെ ഓർഡറിലാണ് അന്ന് പൊട്ടിക്കുന്നത്. അയാളന്ന് കൊടുത്ത പ്രസ് മീറ്റ് ഭയങ്കര അറഗൻ്റായിട്ട് പ്രസ് മീറ്റ് നമ്മൾക്ക് എല്ലാവരും ചരിത്രപരമായി. ഇപ്പം ഷാജിയേട്ടൻ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് നമ്മൾ കാണാം. ആ ഫുട്ടേജ് പോലും നമുക്ക് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല. പിന്നെ കെ സുധാകരനെ കുറിച്ച് നമുക്കറിയാം. കണ്ണൂരിലെ നമുക്ക് മാടമ്പി കൊണ്ട് ആ പരിപാടിയൊക്കെ ഇഷ്ടംപോലെ എടുക്കുന്ന ആളാണ് അയാൾ.